അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഞാൻ ഒന്ന് തിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 21-ാം അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് ഓർക്ക വായിക്കാമോ? മതി. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായമാണ് ബൈബിളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് അല്ലെങ്കിൽ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഞാൻ വ്യക്തമാക്കാം. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന ഭാഗമാണ് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ ഇങ്ങനെ കാണാം: കർത്താവായ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 3-ാമത്തെ പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ ആ ഭാഗമാണ് യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം മുഴുവൻ എഴുതിയിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ പുസ്തകത്തിലെ സംഭവം നടക്കുന്നത് ഗലീലേ കടലിനടുത്ത് തിബരിയാസ് കടൽക്കരയിൽ നടക്കുന്ന ഒരു സംഭവം. ഈ ചാപ്റ്ററിൽ 25 വാക്യങ്ങളുണ്ട്. മാത്രമല്ല ഇതിൽ 8 കഥാപാത്രങ്ങളുണ്ട്. ആരൊക്കെയാണെന്ന് അറിയാമോ? പത്രോസുണ്ട്, നഥനയേലുണ്ട്, സെബദി മക്കളായ യാക്കോബും യോഹന്നാനും ഉണ്ട്, പിന്നെ ദിദിമോസ് തോമസ് ഉണ്ട്, യേശുവിന്റെ വേറെ 2 ശിഷ്യന്മാരും ഉണ്ട്, പിന്നെ ആരുണ്ട്? യേശു ഉണ്ട്. മൊത്തം എത്ര പേരുണ്ട്? നമുക്കത് കൗണ്ട് ചെയ്യാമോ ഒന്നുകൂടെ? ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞത് 8 കഥാപാത്രങ്ങളുള്ള ഒരു ചാപ്റ്റർ പുസ്തകമല്ല, സോറി, ഈ ചാപ്റ്ററിൽ 8 കഥാപാത്രങ്ങൾ. 1 പത്രോസ്, 2 തോമസ്, ദിദിമോസ് എന്ന തോമസ്, അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ അതുണ്ട്. 3 സെബദി മക്കളായ യാക്കോബും യോഹന്നാൻ, 4 നഥനയേൽ അവിടെ ഉണ്ട്, 5 യേശുവിന്റെ 2 ശിഷ്യന്മാർ അവിടെ ഉണ്ട്, അവരുടെ പേരവിടെ പറയുന്നില്ല, 7 പിന്നെ ആരുണ്ട്? യേശുവും ഉണ്ട്. തീർന്നില്ല. ഈ ചാപ്റ്ററിൽ വേറെ 2 കാര്യങ്ങളുണ്ട്. 2 വലിയ അത്ഭുതങ്ങൾ ഈ ചാപ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാമത്തെ അത്ഭുതം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ഒരു അത്ഭുതമാണ്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, മീൻ പിടിക്കാൻ ശിഷ്യന്മാർ ശ്രമിക്കുന്നു, മീൻ കിട്ടിയില്ല. യേശു അവരോട് വല വീശാൻ പറയുന്നു, വല വീശുന്നു, അവർക്കൊരു പെരുത്ത മീൻകൂട്ടം കിട്ടുന്നു. നേരത്തെ വായിച്ചിട്ടില്ലയോ? ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇതേ കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇതേ അത്ഭുതം. ഇത് കൂടാതെ അവിടെ ഒരു വലിയ അത്ഭുതമുണ്ട്. പ്രിയപ്പെട്ടവർക്ക് പറയാമോ? ഇത് കൂടാതെ വലിയൊരു അത്ഭുതമുണ്ട്. ഞാൻ എന്നോടാ ചോദിക്കുന്നത് അറിയാമോ? നിങ്ങളുടെ റെസ്പോൺസിബിൾ എനിക്ക് കിട്ടിയാൽ നിങ്ങൾ ഉറങ്ങുന്നില്ല എന്നും ഞാനും ഉറങ്ങുന്നില്ല എന്ന് എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ, വേറൊരു മഹാത്ഭുതം അവിടെ ഉണ്ട്. ആ മഹാത്ഭുതം എന്ന് പറഞ്ഞാൽ ബേണിംഗ് കോളിന്റെ മുകളിൽ വറുത്ത മീനും അപ്പ കഷ്ണങ്ങളും ഒരുക്കിയിരിക്കുന്നത് അവിടെ കാണാൻ പറ്റും. അതൊരു മഹാത്ഭുതമാണ്. ബൈബിൾ വേറെ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു വലിയ അത്ഭുതമുണ്ട് അവിടെ. എന്താണ്? കനലിന്റെ മുകളിൽ ചുട്ട അപ്പവും മീനും നിരത്തി വെച്ചിരിക്കുന്നത്. ഫ്രോം നോവെയർ യേശു ചെയ്തൊരു മഹാത്ഭുതം. ഇത് 2 മഹാത്ഭുതങ്ങൾ അവിടെ ഉണ്ട്. തീർന്നില്ല. ഈ ചാപ്റ്ററിലാണ് ഏറ്റവും പരമപ്രധാനമായ പത്രോസിനെ ദൈവം എന്ത് ചെയ്യുന്നു? താൻ പിന്മാറിപ്പോയ അവസ്ഥയിൽ നിന്ന് പത്രോസിനെ തിരിച്ച് എന്ത് ചെയ്യുന്നു? പത്രോസിനെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന, പത്രോസിനെ തിരിച്ച് മടക്കിക്കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? പത്രോസിന്റെ ആദ്യ അനുഭവത്തിലേക്ക് പത്രോസിനെ മടക്കിക്കൊണ്ട് വരുന്ന അനുഭവം എവിടെ കാണാം? ഈ പുസ്തകത്തിൽ കാണാം. തീർന്നില്ല. ഈ പുസ്തകത്തിൽ വേറൊരു കാര്യം കൂടെ കാണാൻ കഴിയും. പത്രോസ് അപ്പോസ്തലന് കർത്താവായ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. ഇവയിൽ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എത്ര പ്രാവശ്യം പത്രോസിനോട് ചോദിച്ചു? 3 പ്രാവശ്യം പത്രോസിനോട് ചോദിച്ചു. എന്തുകൊണ്ടാണ് 3 പ്രാവശ്യം പത്രോസിനോട് ചോദിച്ചത്? 3 പ്രാവശ്യം പത്രോസ് അപ്പോസ്തലൻ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞത് കൊണ്ട് 3 പ്രാവശ്യം പത്രോസ് എന്ത് ചെയ്യേണ്ട വന്നു? ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ട വന്നു. അവിടെ തീർന്നില്ല.
യേശു ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചാൽ അത് നമുക്കൊരു ബലമായിരിക്കും. ഒന്ന് വായിച്ചേ. അതിന്റെ 20-ാം വാക്യം, 21-ന്റെ 20-ാം വാക്യം, അല്ല 19-ാം വാക്യം, സോറി 19-ാം വാക്യം. പുറമോട്ട് അതിന്റെ 18 ഒന്ന് വായിച്ചേ. 18-ാം വാക്യം. യെസ്. നീ യവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ള സ്ഥലത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടുകയും നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് എന്നാര് പറഞ്ഞു? യേശു പത്രോസിനോട് പറഞ്ഞു. എന്താ യേശു പറഞ്ഞെന്നറിയാമോ? പത്രോസേ, ഇതായിരിക്കും നിന്റെ അവസാന കാലങ്ങളിൽ നടക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ പത്രോസിന്റെ ലാസ്റ്റ് മൊമെന്റ്സ് കർത്താവ് എന്ത് ചെയ്തു? ഒരു പ്രവചനം എന്ന രീതിയിൽ പത്രോസിന്റെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. സ്തോത്രം. എനിക്ക് ഈ ബുക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? പലപ്പോഴും ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ ഒരേ ലെവലിൽ ഉള്ള നമ്മുടെ സ്പിരിച്വൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് കഴിയാതെ പോകും. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അറിയാതെ നമ്മുടെ തീഷ്ണതയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് നമ്മൾ പുറമോട്ട് പോകും. അന്നേരം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം എന്റെ ശ്രദ്ധയിലോട്ട് ദൈവം കൊണ്ടുവരും. അവിടെയാണ് പത്രോസിനോട് എന്ത് പറയുന്നത്? നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് പത്രോസിനെ എന്ത് ചെയ്യുന്നത്? തിരിച്ചു കൊണ്ടുവരുന്ന ഭാഗം എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽ, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യം കൂടെ അവിടെയുണ്ട്. അതിന്റെ അടുത്ത വാക്യം. ഇത് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? എന്നെ അനുഗമിക്കുക, ഫോളോ മീ എന്ന് ആരോട് പറഞ്ഞു? പത്രോസിനോട് പറഞ്ഞു. ദൈവമക്കളെ, വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ദൂതിലോട്ട് ഞാൻ കടന്നു വരുവാണ്. പത്രോസിനോട് പറഞ്ഞു, ഇതിനു ശേഷം ഫോളോ മീ. നമ്മുടെ ടോപ്പിക് ഓഫ് ടുഡേ എന്താണ്? ഫോളോയിങ് ക്രൈസ്റ്റ് ടു ദ ക്രോസ്. പത്രോസിനോട് പറഞ്ഞു, ഫോളോ മീ. അടുത്ത വാക്യം. അടുത്ത ഭാഗം ദൈവമക്കൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഇതൊക്കെ പത്രോസിനോട് പറഞ്ഞു. പത്രോസിന്റെ മരണത്തിനെ കുറിച്ചൊക്കെ യേശു പറഞ്ഞതിന് ശേഷം ഫോളോ മീ എന്ന് പത്രോസിനോട് പറഞ്ഞു. അങ്ങനെ യേശുവിന്റെ കൂടെ ആര് നടക്കുക? പത്രോസ് മുന്നോട്ട് നടക്കുമ്പോൾ എന്താ പത്രോസ് കണ്ട ഒരു കാഴ്ച? പത്രോസ് ഒന്ന് പുറമോട്ട് നോക്കിയപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ത് ചെയ്യുന്നു? കൂടെ ചെല്ലുന്നത് കണ്ടു. അതാണ് എഴുതിയിരിക്കുന്നത്. യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടിട്ട്, ഇതേ ശിഷ്യനാണ് ദ ലാസ്റ്റ് സപ്പർ ഒരുക്കുന്ന സമയത്ത് യേശു പറഞ്ഞു, നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതാരെന്നറിയാൻ പത്രോസിനൊരു ആഗ്രഹം. മറ്റു ശിഷ്യന്മാർക്കൊന്നും വലിയ താല്പര്യം ഇല്ലാതിരുന്നപ്പോൾ പത്രോസിന് ആഗ്രഹം. പക്ഷെ പത്രോസിന് മനസ്സിലായി, പത്രോസിന് ചോദിച്ചാൽ മറുപടി കിട്ടത്തില്ല. ആരോട് ചോദിച്ചാൽ മറുപടി കിട്ടും? യേശു ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യനോട് പറഞ്ഞാൽ, യേശുവിനോട് ചോദിച്ചാൽ അതിന് മറുപടി കിട്ടും. അങ്ങനെ പത്രോസ് എന്ത് ചെയ്തു? യോഹന്നാനോട് പറഞ്ഞു, ഒന്ന് ചോദിക്കാമോ, ആരാ നിന്നെ കാണിച്ചു കൊടുക്കുന്നത്? യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞ് യോഹന്നാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് ആരാണ് യേശുവിനെ ഒറ്റുകൊടുക്കുന്നത്. ശ്രദ്ധയോടിരിക്കുക. ഈ വാക്യത്തില് പത്രോസിന് എന്താണ് പറ്റിയെന്നറിയാമോ? ഇത്ര വലിയ ദൂതൊക്കെ പറഞ്ഞിട്ട്, ഇത്ര വലിയ റെയിൽ സ്റ്റേഷനൊക്കെ നടന്നിട്ട്, ഇത്രയും പത്രോസിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവൾ വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് പത്രോസിന് ബാക്കിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നി. പുറമോട്ട് നോക്കിയപ്പോൾ ആര് വരുന്നു? യേശു സ്നേഹിച്ച ശിഷ്യൻ വരുന്നു. അന്നേരം പത്രോസിന്റെ മനസ്സിലോട്ട് എന്ത് കയറി എന്നറിയാമോ? എന്ത് കയറി? പറഞ്ഞേ മക്കളെ, അവിടെ എന്താ എഴുതിക്കുന്ന അറിയാമോ? ഈ പുറകെ വരുന്ന ശിഷ്യന് എന്ത് ഭവിക്കുമെന്ന് ആർക്കറിയാൻ ഒരു ആഗ്രഹം? പത്രോസിനൊരു ആഗ്രഹം. ശ്രദ്ധയോടിരിക്കണമേ. ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പത്രോസിന്റെ പേരിട്ടത് പോലും ആരാ?
യേശുവാണ്. ശിമോൻ പത്രോസ് പേരിട്ടത് യേശുവാണ്. ഇതിനെല്ലാം ശേഷം, ഇതെല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ആടുകളെ മേയ്ക്കാൻ എല്ലാം പറഞ്ഞതിന് ശേഷം ഇത്ര പ്രത്യാശയോടുകൂടി വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ താൻ പുറകെ ഒരു ശബ്ദം കേട്ടു. പുറമോട്ട് നോക്കിയപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ പുറകെ വരുന്നു. പത്രോസിനെ പെട്ടെന്ന് എന്ത് ചെയ്തു? He became worried. അല്ലേ? അവിടെ എഴുതിയിട്ടുണ്ട്, പത്രോസ് worried ആണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ച അടുത്ത വാക്യം. ഇവൻ എന്ത് ഭാവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു. അടുത്ത വാക്യം. പരസ്പരം ബന്ധമില്ലാത്ത ഒരു ആൻസറാണ് യേശുവോട് പറഞ്ഞത്. ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? എന്താണ് അടുത്ത് പറയുന്നത്? നീ എന്നെ അനുഗമിക്കുക. ഇംഗ്ലീഷ് ഭാഷ നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ ഒരു പദം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. യു മസ്റ്റ് ഫോളോ മീ എന്ന് ആരോട് പറയുന്നുണ്ടെന്ന് അറിയാമോ? പത്രോസിനോട് പറയുന്നുണ്ട്. മലയാളം ട്രാൻസ്ലേഷനിൽ ആ മസ്റ്റ് എന്നുള്ള പദമില്ല, എന്നാൽ ഇംഗ്ലീഷിലുണ്ട് യു മസ്റ്റ് ഫോളോ മീ. എന്നിട്ടും പത്രോസ് എന്താണ്? പല ചിന്തകളാൽ എന്ത് ചെയ്തു? വ്യാകുലപ്പെട്ട്, അയ്യോ എൻ്റെ പുറകെ വരുന്ന സഹോദരൻ ഇനി എനിക്ക് കിട്ടിയ ഉത്തരവാദിത്വത്തെക്കാൾ വലിയ ഉത്തരവാദിത്വം എല്ലാം കൊടുക്കുമോ എന്ന് മനസ്സിലുണ്ടായിട്ടാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പത്രോസിന് ഒരു വിഷമം ഉണ്ടായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, എന്ത് ചെയ്യണം? Don't worry. You have a calling. You must follow me. ഇന്ന് സന്ധ്യയായ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അറിയിക്കുന്ന ഒരു ദൂതുണ്ട്. എന്താണെന്നറിയാമോ? Follow Christ to the cross. എന്ത് വന്നാലും, നമ്മുടെ സാഹചര്യം എന്തായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ ക്രൂശിലോട്ട് നമുക്ക് അനുഗമിക്കാം. എന്തുകൊണ്ടാണ് യോഹന്നാനെ യേശു മറ്റ് ശിഷ്യന്മാരെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ള ചോദ്യമുണ്ട്. ഞാൻ പലപ്പോഴും വേദപുസ്തകം വായിച്ചു നോക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് കർത്താവ് യോഹന്നാനെ ഇഷ്ടപ്പെട്ടു? എന്തുകൊണ്ട് മറ്റ് ശിഷ്യന്മാരുടെ പേരുകൾ പറയുന്നില്ല? എന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു പദം അവിടെ ഉണ്ട്. യോഹന്നാൻ എന്തെന്നറിയാമോ? ഒരിക്കൽ പോലും കർത്താവ് യോഹന്നാനോട് പറയേണ്ട വന്നിട്ടില്ല. എന്താ? ഫോളോ മീ. പല സ്ഥലങ്ങളിലുണ്ട് യോഹന്നാൻ കർത്താവിന്റെ പുറകെ പിൻചെന്നു എഴുതിയിട്ടുണ്ട്. നോക്കിയേ, ഈ വാക്യം തന്നെ നോക്കിയേ. പത്രോസിനോടാ കൂടെ വരാൻ പറഞ്ഞത്, യോഹന്നാനോട് കൂടെ വരാൻ അവൾ പറയുന്നില്ല. പക്ഷെ ചോദിക്കാതെ യേശുവിന്റെ പുറകെ പിൻചെന്ന മനുഷ്യനാണ് ആര്? യോഹന്നാൻ. പിന്നെ എങ്ങനെ യോഹന്നാനെ സ്നേഹിക്കാതിരിക്കും? ഇന്ന് രാത്രികാലം ദൈവമക്കളെ, ഒരു കണ്ടീഷൻ കൂടാതെ, ഒരു കണ്ടീഷൻ ഇല്ലാതെ ദൈവത്തെ അനുഗമിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഇതിൽ പരഭാഗ്യം നമുക്ക് ഈ ഭൂമിയിൽ വേറെ എത്ര ദൈവമക്കൾ അംഗീകരിക്കുന്നുണ്ട്? Let us follow Christ to the cross. എന്നെ അനുഗമിക്കുക. കർത്താവ് പറയുന്ന പദം ഇതാണ്, ഫോളോ മീ. ഇത്രയെല്ലാം പറഞ്ഞിട്ടും പത്രോസ് പറയാൻ തുടങ്ങി മറ്റു കാര്യങ്ങൾ, അല്ലേ? പത്രോസിനെ ഇത്ര ശ്രേഷ്ഠമായിട്ട് ദൈവം നടത്തിയിട്ടും, ഇത്ര അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടും, ഇത്ര കോളിംഗ് ദൈവം കൊടുത്തിട്ടും പത്രോസിന് സംശയം വീണ്ടും വന്നപ്പോൾ ദൈവം പറയുന്ന ഒരു പദമുണ്ട്, യു മസ്റ്റ് ഫോളോ മീ. 2 പ്രാവശ്യം അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ചില എക്സാമ്പിൾസ് പെട്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് ഞാൻ ഇരിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു ഭാഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ ദൈവങ്ങൾക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. ആ ഭാഗം ഒന്ന് വായിക്കാം. 9:57. ശ്രദ്ധിക്കുന്നുണ്ടോ ദൈവമക്കളെ? അവർ വഴി പോകയിൽ ഒരു മനുഷ്യൻ ആരോട് പറയുക? യേശുവിനോട് പറയുകയാണ്. എന്താ പറയുന്നത്? നീ എവിടെ പോയാലും അനുഗമിക്കും. ദൈവമക്കളെ മറന്നു പോകരുത്. എന്തുവാ നമ്മുടെ ടോപ്പിക് ഇന്നത്തേത്? What is our topic today? Following Jesus to the cross. വഴി പോകയിൽ ഒരു മനുഷ്യൻ, യേശു അങ്ങോട്ട് പറഞ്ഞതൊന്നുമല്ല, കേറി എന്ന് പറഞ്ഞു. പലപ്പോഴും ഞാൻ പറയുന്നത് പോലെ അല്ല, നമ്മൾ ചിലക്ക് പറയുന്നത് പോലെ, ആരെയും ഞാൻ വരച്ചുകൊണ്ടല്ല, നമ്മളൊന്നും ചിന്തിക്കാതെ, ഒന്നും ആലോചിക്കാതെ ഞാൻ തന്നെ എന്ത് ചെയ്യാം? അനുഗമിക്കുക. അതിൻ്റെ യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു?
പറഞ്ഞേ ദൈവമക്കളെ. കുറുനരികൾ കുഴിയും മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല. അടുത്ത വാക്യം മതി. അപ്പോ ഈ മനുഷ്യൻ വേണ്ടിയിരുന്നത് എന്താണെന്നറിയാമോ? മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആയിരുന്നു. അങ്ങോട്ട് പറഞ്ഞു ഞാൻ നിന്നെ അനുഗമിക്കാം അല്ലെ. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ സമുദായങ്ങളെയൊക്കെ വിട്ട് നമ്മൾ കർത്താവിനെ പിൻപറ്റാൻ ഈ വിശ്വാസത്തിൽ ഇറങ്ങി വന്ന് അല്ലെ. നമ്മുടെ ഗോൾ എന്താ? നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്താ? നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ കർത്താവിനോട് കൂടെ വസിക്കുക. എത്ര നാള്? അനന്ത യുഗങ്ങൾ. ദുഃഖമില്ലാത്ത സങ്കടങ്ങളില്ലാത്ത, പ്രയാസങ്ങളെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാത്ത അനന്ത യുഗങ്ങൾ കർത്താവിനോട് കൂടെ ഇരിക്കാൻ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കർത്താവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചിറങ്ങിയത്. ഈ ഭാഗങ്ങളിൽ 3 പേരെ നമുക്ക് അവിടെ കാണാം. ഒന്നാമത്തെ വ്യക്തി കർത്താവിനോട് അങ്ങോട്ട് പറഞ്ഞു ഞാൻ നിന്നെ അനുഗമിക്കാം. അതിന്റെ ആൻസർ നമ്മൾ കണ്ടു. എന്നാൽ രണ്ടാമത്തെ വ്യക്തി ഉണ്ടല്ലോ, ഒന്ന് വായിച്ചേ. എന്നെ അനുഗമിക്കാൻ ആര് പറഞ്ഞു? യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക. യേശു അങ്ങനെ പറഞ്ഞെങ്കിൽ ആ യേശുവിനെ ഫോളോ ചെയ്യാൻ പറ്റിയ ക്വാളിറ്റീസ് ആരിലുണ്ടായിരുന്നു? ആ മനുഷ്യനുണ്ടായിരുന്നു. അല്ലെങ്കിൽ യേശു അത് പറയത്തില്ല. യെസ്, അടുത്തത്. ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന്. മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി എന്ത് ചെയ്യുക? ദൈവരാജ്യം പ്രസംഗിക്കുക. ഇന്ന് സന്ധ്യാസമയത്ത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദൈവവചനം പ്രസംഗിക്കാൻ എന്തുണ്ട്? ഒരു ഉത്തരവാദിത്തം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനിങ്ങനെ ഒരു പുൾപിറ്റ് വേണമെന്നില്ല. സ്തോത്രം, കേൾക്കുന്നുണ്ടോ? അതിന് പുൾപിറ്റിന്റെ ആവശ്യമില്ല. ഞാനായാലും ഈ ഹോളിൽ നിൽക്കുന്ന ആരായിരുന്നാലും കർത്താവിനെ അനുഗമിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പറയുന്നു നീ പോയി എന്ത് ചെയ്യുക? ദൈവവചനം പ്രസംഗിക്കുക. ഫോളോയിങ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനം നമ്മൾ എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. ദൈവവചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേജിൽ ഒരു മൈക്കിൽ പറയുക മാത്രമുള്ളതല്ല. നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു വലിയ സാക്ഷ്യമായി തീരാൻ നമുക്ക് കഴിയും. നമുക്കൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് ആരോടെങ്കിലും സുവിശേഷം പറയാൻ നമുക്ക് കഴിയും. നമ്മൾ അനുഭവിക്കുന്ന ഈ സ്നേഹം പങ്കുവെക്കാൻ എന്ത് ചെയ്യും? നമുക്ക് കഴിയും. മക്കളെ, നമുക്കൊരു പഴയ പാട്ടുണ്ട്, ചേർന്ന് നമുക്ക് പാടാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീൻ. അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര കൃത്യമായി വേല ചെയ്തിടാം. എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ, എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ പുത്രത്വത്തിനാൽ ശക്തിയാലെ വേല ചെയ്യാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീ. രക്ഷകന്റെ വേല ചെയ്യുന്ന കാര്യമല്ലേ? നമുക്ക് അത് കൈയടിച്ച് നമുക്ക് ആ സ്റ്റാൻസ് പ്ലീസ്. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് വിടുതലുള്ളത്. നമ്മുടെ വിഷയം ഇന്ന് രാത്രി ഫോളോയിങ് ക്രൈസ്റ്റ് ടു ദ ക്രോസ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ക്രൂശിലേക്ക് ദൈവത്തെ അനുഗമിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് മാർക്ക് ഇടുമ്പോഴുണ്ടല്ലോ, ഔട്ട് ഓഫ് 10 നമുക്ക് 2 or 3 മാർക്ക് കിട്ടുന്നതിൽ കാര്യമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ ഒരു വിശ്വാസത്തിൽ നമ്മൾ വരേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. നമ്മളെ മാർക്ക് ഇടുമ്പോൾ അറ്റ്ലീസ്റ്റ് 10ൽ 10 മാർക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ദൈവം നമുക്ക് മാർക്ക് ഇടണം. സ്തോത്രം, ചേർന്ന് പാടാം. അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര കൃത്യമായി വേല ചെയ്തിടാം. എത്ര ലഭിച്ചിടുമോ അത്ര നാൾ രക്ഷകന്റെ, എത്ര ലഭിച്ചിടുമോ അത്ര നാൾ രക്ഷ
എന്റെ പുത്രപുത്രി ആത്മാവെ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമർന്നു രക്ഷകന്റെ വിളിക്കൂ യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ ഉന്നത വിളിക്കൂ യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ കണ്ണീരത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന വന്ദനന്റെ വന്ദനാദം ഇന്നു ഞങ്ങൾ അർപ്പിച്ചിട വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ പാട്ട് പാടുന്നത് വെറുതെയല്ല. അതിനകത്ത് നമ്മുടെ വിളിയെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിനോട് ഒന്നിച്ച് നടക്കുന്ന അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ വിളിയെ കുറിച്ച് വല്ലപ്പോഴുമെങ്കിലും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ്. ആർ വി വാക്കിംഗ് ഡെയിലി വിത്ത് ക്രൈസ്റ്റ് ടു ദ ക്രോസ്? നമുക്കതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് റീവിസിറ്റ് ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ഞാൻ എൻ്റെ മെസ്സേജിന്റെ അവസാന ഭാഗത്തോടെ വരുവാണ്. ഉൽപ്പത്തി പുസ്തകം മതി. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. നല്ലൊരു ചോദ്യം കേട്ടോ. ആ ചോദ്യം ഇന്നും റെലവൻ്റാണ്. വേർ ആർ യു അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ. വേർ ആർ ദ. എൻ്റെ വേർഷൻ ഇങ്ങനെയാണ്, വേർ ആർ യു എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കെല്ലാം ആ സംഭവം അറിയാം, അതിലൂടെ ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ഈ ചോദ്യം നമ്മൾ എപ്പോഴാണ് ചോദിക്കുന്നതെന്ന് അറിയാമോ? വേർ ആർ യു. നമ്മുടെ പ്രിയപ്പെട്ടവര് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആരായിരുന്നാലും നമ്മളോട് ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ കുടുംബമായിട്ട് നിങ്ങളുടെ ഭവനത്തിൽ വരുവാന്ന് പറയുന്നത്. ഞങ്ങൾ എത്ര 12 മണിയാകുമ്പോൾ വരും എന്ന് പറയാതിരിക്കട്ടെ. 12 മണിയായിട്ട് നമ്മൾ കാണുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡയൽ ചെയ്യും. ഇത് നമ്മൾ എന്താ ചോദിക്കുന്നത്? വേറെ അറിയും അല്ലേ? എവിടെ വരെ എത്തി? ഇത് ഇന്നും റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കേട്ടോ. അന്ന് ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വയും കാണാഞ്ഞപ്പോൾ കർത്താവ് ആ ചോദ്യം ചോദിച്ചെങ്കിൽ ഇന്ന് അതിന്റെ റെലവൻസ് പെട്ടെന്ന് പറഞ്ഞ് അതിന്റെ വാക്കിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ശിഷ്യന്മാരോട് ഇതേ ഗ്രൂപ്പ്, ഏകദേശം ഈ ഗ്രൂപ്പിനെ വിളിച്ചുകൊണ്ട് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ച് ഗെത്സമന തോട്ടത്തിന്റെ ഉൾസ്ഥലങ്ങളിലേക്ക് കർത്താവ് പോകുമ്പോൾ, മരണവേദനയാൽ അങ്ങോട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് അറിയാവുന്നൊരു സംഭവമാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതേ മക്കളെ, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വരാം. എന്ത് സംഭവിച്ചു? ശിഷ്യന്മാർ എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. കർത്താവിനോട് ചോദിച്ചു, എന്താ പറയുന്നത് അറിയാമോ? Pray so that you don't fall into temptation. പ്രാർത്ഥനയിൽ where are you? ഇതൊരു ചോദ്യം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുന്നു. In our prayer life where are you? ഞാൻ ചോദിക്കുമ്പോൾ എന്നോടും കൂടെ ചോദിക്കുന്നത്. നിങ്ങൾ ആരും ഞാൻ വേറെ ചൂണ്ടുകയല്ല. I am asking myself, where are you in your prayer life? നമ്മളെ വിളിച്ചിരിക്കുന്നത് അറിയാമോ? കർത്താവിന്റെ കൂടെ അനുഗമിക്കുക. കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പ്രയർ ലൈഫിൽ എന്ത് പറ്റി? പരാജയം പറ്റി. ഗെത്സമന തോട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ മിനിസ്ട്രിയുടെ, കർത്താവിന്റെ കൂടെയുള്ള മിനിസ്ട്രിയുടെ അവസാന മിനിറ്റുകൾ, ബിഫോർ ദ ക്രോസ്, നമ്മൾ ക്രോസ് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബിഫോർ ദ ക്രോസ്, ലാസ്റ്റ് മിനിറ്റുകളിൽ എന്ത് സംഭവിച്ചു? ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് അല്പനേരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലേ? നമ്മുടെ പ്രയർ ലൈഫിൽ വേറെ അറിയൂ? ദൈവത്തിന്റെ ആത്മാവ് ഈ സഭയോട് ചോദിക്കുന്നു. ദൈവമക്കളെ വളരെ സീരിയസ് ആയിട്ട് അത് ഏറ്റെടുക്കണമേ. നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ വേറെ അറിയൂ ടുഡേ? ഈ ചോദ്യം റെലവന്റ് ആണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനോടും ഹവ്വയോടും ചോദിച്ച ചോദ്യമാണെങ്കിലും ദൈവമക്കളെ നമ്മളോട് ചോദിക്കുന്നു, വേറെ അറിയൂ ഇൻ യുവർ പ്രയർ. അടുത്തത് യോഹന്നാന്റെ സുവിശേഷത്തിൽ
20-ാം അധ്യായം അവസാന ഭാഗം വായിക്കാൻ സമയമില്ല. ഈ നമ്മൾ 21-ാം അധ്യായത്തിൽ വായിച്ച ഒരു കഥാപാത്രത്തെ നമുക്ക് അവിടെ കാണാം. ഞാൻ യേശുവിന്റെ കയ്യിലെ മുറിപ്പാടുകൾ സ്പർശിക്കാതെ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, where are you in your faith? We are walking towards the cross. മന്നാക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ ഓരോ ദൈവമക്കളെ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, ഞാൻ ഉൾപ്പെടെ, where are you in your faith? തോമസ് കൂടെ നടന്ന ശിഷ്യനാണ്, but in his faith he was not up to the mark. അടുത്തത്, നമ്മുടെ ഫെലോഷിപ്പിൽ നമ്മൾ എവിടെ വരെയാണ്? നമ്മുടെ കൂട്ടായ്മയിൽ where are you? God is asking that question today. തീർന്നില്ല. 21-ാം അധ്യായം പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം, where are you in your love? വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം എഫെസോസ് സഭയോട് പറയുന്ന ഒരു ദൂതുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സഭയെക്കുറിച്ച് കൊള്ളാം, പക്ഷേ ഒരു ഐ ഹോൾഡ് ദിസ് അഗെയിൻസ്റ്റ് യു എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിലാണ് ഏറ്റവും ഭംഗി. I like all the other things about your church, പക്ഷേ I hold this against you. എന്താണെന്നറിയാമോ? എന്താ? നിന്റെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു എന്നുള്ളൊരു കുറ്റം എഫെസോസ് സഭയെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് സ്പഷ്ടമായിട്ട് വിളിച്ചു പറഞ്ഞു. ഇന്ന് പകൽക്കാലം നമ്മുടെ ആദ്യ സ്നേഹത്തിൽ where are we? Where are we in our first love? ഞാൻ വീണ്ടും ആ 4 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾ തിരിക്കാൻ പോവാണ്. Where are you എന്ന ഏത് തോട്ടത്തിലെ ശബ്ദം ഇന്ന് രാത്രികാലം നമ്മുടെ ചെവികളിൽ പ്രകമ്പനം കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ. Where are you എന്നുള്ള ആ ചോദ്യം നമ്മുടെ ചെവിയിൽ എക്കോ ചെയ്യട്ടെ. നമ്മൾ ഇവിടുന്ന് പോയാലും ആ വാഹനത്തിൽ കയറി ഇരിക്കുമ്പോഴും where are you in your prayer? Where are you in your fellowship? Where are you in your faith? Where are you in your first love? ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്ന ഈ 4 ചോദ്യങ്ങൾക്ക് നമുക്ക് എന്തുണ്ട്? നമുക്ക് ആൻസർ ഉണ്ടോ? ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൽ 3 പേർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന കാര്യം, 3-ാമത്തെ ആള് അതിന് വിദഗ്ധനാണ്. പറഞ്ഞു, ഞാൻ കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ ഒരു കാര്യം, എന്ത് ചെയ്യണം? എന്റെ വീട്ടിലുള്ളവരോടൊക്കെ ഒന്ന് യാത്ര പറയാൻ എനിക്കൊരു അനുവാദം തരണമേ. ന്യായമ കാര്യമല്ലേ? പക്ഷെ കർത്താവിന്റെ മറുപടി, if you decide to follow me, leave everything and follow me. ഈ എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ പിൻപറ്റിയാൽ മതി. കർത്താവ് പറയുന്ന പദമുണ്ട്, കലപ്പിക്ക് കൈവച്ച ശേഷം കൈ എടുക്കുന്നവൻ എന്താ? ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. സ്തോത്രം. ഇന്ന് രാത്രി where are you in your fellowship? Where are you in your faith? Where are you in your first love? Where are you in your fellowship? ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർന്ന് സ്വർഗം നമുക്ക് മാർക്കിടുമ്പോൾ, മാർക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമ്മൾ വളരത്തില്ല. ഇത്രയും നാളും പെന്തക്കോസ് അനുഭവത്തിൽ കടന്നു വന്നിട്ട് സ്വർഗം നമുക്കൊരു കണക്കെടുക്കുമ്പോൾ നമുക്ക് ആ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയില്ല എങ്കിൽ സമുദായങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ദൂഷിച്ചതൊക്കെ എന്തിനു? ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഒരു നടന്ന സംഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകും. വളരെ ടച്ചിങ് ആയിട്ട് നടന്ന സംഭവം. ഞാൻ എൻ്റെ വാക്കിൽ നിൽക്കുകയാണ്. ഫോളോയിങ് ക്രൈസ്റ്റ് ടു ദ ക്രോസ്. മറക്കല്ലേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ വാഹനങ്ങളിൽ പോയാലും അത് ഞാൻ പറഞ്ഞുകൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, വേർ ആർ യു? യു ഷുഡ് ഹാവ് ആൻ ആൻസർ ഫോർ ഇറ്റ്. എന്നാൽ ഒരു മനുഷ്യൻ ഒരു പൊട്ടിപ്പോയ ഒരു വയലിൻ ഉപകരണത്തിന് $1.5 മില്യൺ ചെലവാക്കി. $1.5 മില്യൺ നടന്ന സംഭവം ഇങ്ങനെയില്ലേ? $1.5 മില്യൺ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വയലിൻ. ആ വയലിൻ വായിക്കാൻ പോലും പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അവസാനമായിട്ട് ആ വയലിൻ വായിച്ചത് 1912 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ് അവസാനമായിട്ട് ആ വയലിൻ വായിച്ചത്. ഇപ്പൊ ദൈവമക്കൾക്ക് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആ ഡേറ്റ് വെച്ചിട്ടെങ്കിലും? യെസ്.
വാലസ് ഹേർട്ട്ലി എന്ന് പറഞ്ഞ ഒരു ഫേമസ് മ്യൂസിഷ്യൻ ഉണ്ടായിരുന്നു. ടൈറ്റാനിക്കിൽ ആ മനുഷ്യൻ വയലിൻ വായിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: നിയറർ ഗോഡ് ടു ദീ, അല്ലെങ്കിൽ നിന്നോട് ദൈവമേ എന്നുള്ള ആ മനോഹരമായ പാട്ട് വായിച്ച് കടലിന്റെ ആഴങ്ങളിലോട്ട് ആ കപ്പൽ താന്നപ്പോൾ ഈ മനുഷ്യനും അന്ന് താന്നു. 10 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ബോഡി കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ ബോഡി എടുത്തപ്പോൾ ഉണ്ടല്ലോ, ഈ വയലിൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്റെ ശരീരത്തോട് സ്ട്രാപ്പ് ചെയ്യപ്പെട്ട് കിടന്നിരുന്നു. ആ വയലിൻ എടുത്ത് ലേലം ചെയ്തു. ആ ലേലം ചെയ്തതിന് കിട്ടിയതാണ് എത്ര? $1.5 മില്യൺ. ഞാൻ പറഞ്ഞു അതെന്താണെന്നറിയാമോ? വയലിന്റെ ക്വാളിറ്റി അല്ല, വയലിൻ ആരുടെ കയ്യിലിരുന്നു എന്നുള്ളത് മാത്രമല്ല, അതേത് സാഹചര്യത്തിലായിരുന്നു എന്നുള്ളത് കണക്കാക്കിയാണ് അതിന് വാല്യൂ ഇട്ടിരിക്കുന്നത്. ശരിയല്ലേ? ഇന്ന് രാത്രി സ്വർഗം നമുക്കൊരു വാല്യൂ ഇടുമ്പോൾ സ്തോത്രം. ജേക്കബ് മാത്യു, ഐ വാല്യൂ യു 4 out of 10 എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവുന്നു. ദൈവത്തിന്റെ വചനം വളരെ സ്പഷ്ടമാണ്. ഞാൻ പറയുന്നു, പാസ്റ്ററിനോട് ഇത് വീണ്ടും പറഞ്ഞപ്പോൾ 2 days എനിക്കൊരു വിഷയം ഷെയർ ചെയ്യാൻ കിട്ടിയില്ല. വളരെ ഭാരത്തോടുകൂടി ഞാൻ വീട്ടിൽ പറഞ്ഞു, എനിക്ക് എന്റെ ദൈവം ഒന്നും പറയുന്നില്ല. രാത്രി ഏകദേശം 2 മണിയായപ്പോൾ ഹാഫ് സ്ലീപ്പിൽ ദൈവത്തിന്റെ ശബ്ദം എന്നെ കേൾപ്പിച്ചു, ഫോളോ മീ ടു ദ ക്രോസ്. പിറ്റേ ദിവസം ഞാൻ എൻ്റെ ബൈബിൾ തുറന്നു നോക്കി. അവിടുന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്തത്. ഐ സ്ട്രോങ്ലി ബിലീവ് നമ്മളൊക്കെ കർത്താവിന്റെ കയ്യിൽ എന്താ ഈ വയലിൻ പോലെ ഉപകരണങ്ങളാണ്. സ്തോത്രം. അതുപോലെ ഉപകരണങ്ങളാണ്. അതാരുടെ കയ്യിലിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നത് കൗണ്ട് ചെയ്യും. വാലസ് ഹേർട്ട്ലി ഗൂഗിളിൽ ചെന്ന് നോക്കിയാൽ മതി. He was a musician on Titanic. ആ ഉപകരണത്തിന് $1.5 മില്യൺ. ഈ ഭൂമിയിൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വയലിന് $1.5 മില്യൺ കൊടുക്കാൻ ഒരു മനുഷ്യനുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, പ്രൈസ് ഗോഡ്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഈ മുറിയിലിരിക്കുന്ന നാം ഓരോരുത്തരെ കുറിച്ചും സ്വർഗം എന്ത് വിലയിടും? പ്രൈസ് ഗോഡ്. സ്വർഗം എന്ത് വാല്യൂ ഇടും? അതാണ് കാര്യം. Where are you, my friend, with respect to your faith? Where are you with respect to your first love? Hallelujah. Where are you with respect to your trust? നമ്മൾ കർത്താവിനെ ക്രൂശിലേക്ക് അനുഗമിക്കുക. കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാൻ തയ്യാറാണ്. Preach the gospel. ദൈവത്തിനെ പ്രീച്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ എന്തിനായി പുസ്തകം എടുത്തത്? Why? We have to preach. ഇത് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ നിറച്ചുകൊണ്ട് കേട്ടോ, ആരും ഞാൻ വിമർശിക്കില്ല. പലപ്പോഴും എനിക്കും പറ്റാറില്ല, പ്രീച്ച് ചെയ്യാൻ പറ്റാറില്ല. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സ്പർശിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് സ്പർശിച്ചു ഞാൻ വിശ്വസിക്കുന്ന എത്ര പേര്? നിങ്ങളുടെ കരങ്ങളെ ഞാൻ കാണട്ടെ. സ്പഷ്ടമായിട്ട് ഞാൻ പറയുക, I have nothing to share before you today. ദൈവത്തിന്റെ ആത്മാവ് രാത്രി 2 മണിക്ക് എനിക്ക് തന്ന വാക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. I believe that had an impact. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാൻ പോകും. We have to worship God before we leave. ഈ ഗണത്തോടെ പോകാം. സ്തോത്രം. അടുത്ത ആഴ്ച വരുമ്പോൾ സൗഖ്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. സ്തോത്രം. ആശുപത്രിയിലോട്ട് സൗഖ്യം ഒഴുകട്ടെ. നമ്മുടെ ഭവനത്തിൽ വിടുതലുണ്ടാകട്ടെ. സ്തോത്രം. നമ്മുടെ ജോലിയിൽ വിടുതലുണ്ടാകട്ടെ. വിടുതൽ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. നിശ്ചയമായിട്ട് വിടുതലായിരിക്കും. നമുക്ക് ആരാധിക്കാൻ പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മുടെ പരിസരം ഒന്ന് മറക്കാം. സ്തോത്രം. ഒരുമിച്ച് ഒരു 5 minutes let's worship God.